ഗ്രൂപ്പൊക്കെ സ്റ്റിക്കർ പോവാത്തോ ഓണില്ലല്ലോ പാർക്ക് ചെയ്യുന്നില്ല കണ്ണു വെച്ച് ഹലോ. അപ്പോൾ എന്തൊക്കെയാണ് എല്ലാവരും സുഖമായിട്ടിരിക്കുന്നു. അപ്പോൾ ഇന്ന് ഞങ്ങളുടെ ഒരു ഈദ് വ്ളോഗാണ് കേട്ടോ. അപ്പോൾ അതും തന്നെ എങ്ങും എത്താത്തൊരു ട്രാൻസിഷൻ വീഡിയോ കാണാം. ഇതിലായിരുന്നു കേട്ടോ ഞങ്ങൾ തുടങ്ങിയിട്ടുണ്ടായിരുന്നത്. പക്ഷേ ഇതിൻ്റെ രണ്ടാം ഭാഗം എടുക്കാൻ ഞങ്ങൾ മറന്നുപോയി. ശരിക്കും ഇത് കഴിഞ്ഞിട്ട് 4 ദിവസം ആയെങ്കിലും ഇപ്പോഴാണ് എഡിറ്റ് ചെയ്യാനുള്ളൊരു സമയവും സന്ദർഭവും ഒക്കെ കിട്ടിയത് കേട്ടോ. ശരിക്കും കഴിഞ്ഞ തവണത്തെ പെരുന്നാൾ ഞങ്ങൾക്ക് അങ്ങോട്ട് അങ്ങനെ വലിയ ഇതായിട്ട് ആഘോഷിക്കാൻ പറ്റിയിട്ടുണ്ടായിരുന്നില്ല കേട്ടോ. കാര്യം എന്താണെന്ന് വെച്ചാൽ ഞങ്ങൾ ഇളയ നാത്തൂൻ്റെ വീട്ടിലായിരുന്നു സെലിബ്രേറ്റ് ചെയ്തിട്ടുണ്ടായിരുന്നത്. പക്ഷേ ഇത്താക്ക് ജോലി ഉണ്ടായിരുന്നു. അതുകൊണ്ട് തന്നെ ഇത്ത ഫുഡ് കഴിക്കാൻ വേണ്ടി മാത്രമായിരുന്നു വന്നിട്ടുണ്ടായിരുന്നത്. പിന്നെ ഞങ്ങൾ കുറച്ച് ഫോട്ടോ ഒക്കെ എടുത്തു. അങ്ങനെ പെരുന്നാൾ അങ്ങനെ കഴിഞ്ഞു. പിന്നെ കുറച്ച് റിലേറ്റീവ്സിൻ്റെ വീട്ടിലൊക്കെ പോയി. അങ്ങനെ ആ പെരുന്നാൾ അങ്ങനെ അങ്ങ് കഴിഞ്ഞു. പക്ഷേ ഈ പെരുന്നാളിന് ഞങ്ങൾ എല്ലാവരും ഉണ്ടായിരുന്നുണ്ട് കേട്ടോ. എല്ലാവരും ഡേ ഓഫ് ഒക്കെ എടുത്തിട്ട് ഞങ്ങൾ വർക്കിൻ്റെ ഒക്കെ ആ ഒരു സ്ട്രെസ്സിൽ നിന്നൊക്കെ മാറി എല്ലാവരും ഒരുമിച്ച് കൂടിയ ഒരു പെരുന്നാളായിരുന്നു ഇത്തവണത്തത്. അപ്പോൾ പെരുന്നാൾ ഞങ്ങൾ പോയിട്ടുണ്ടായിരുന്നത് വീടിൻ്റെ തൊട്ടടുത്തുള്ള ഒരു പാർക്കിലായിരുന്നു കേട്ടോ. ഫാമിലി എല്ലാവരും ഉണ്ടായിരുന്നു. അപ്പോൾ ഞങ്ങൾ നേരെ അങ്ങോട്ടേക്ക് ഞങ്ങൾ എല്ലാവരും ഫുഡൊക്കെ കുക്ക് ചെയ്ത് കൊണ്ടുപോയിട്ട് അവിടെ ഇരുന്ന് എല്ലാവരും വിളമ്പി ഞങ്ങൾ എല്ലാവരും ഒരുമിച്ചിരുന്ന് കഴിച്ചു. നല്ല രസമായിരുന്നു കേട്ടോ. ഫുഡിൻ്റെ കാര്യം പറയുകയാണെങ്കിൽ ഭയങ്കര അടിപൊളി ഫുഡായിരുന്നു. ഓരോരുത്തരും കൊണ്ടുവന്നിട്ടുണ്ടായിരുന്നു. എന്ന് വെച്ചാൽ മട്ടൻ ബിരിയാണി, ചിക്കൻ ബിരിയാണി, നെയ്ച്ചോറ്, അതുപോലെ തന്നെ പൂരി, പിന്നെ ചിക്കൻ സ്റ്റ്യൂ, ബീഫ് കറി, അങ്ങനെ കുറേ ഐറ്റംസ് ഉണ്ടായിരുന്നേ. പിന്നെ ഡെസേർട്ടായിട്ട് കൊടുത്തിട്ടുണ്ടായിരുന്നത് ക്യാരറ്റ് പായസം, തിരാമിസു, പിന്നെ കുറേ സ്വീറ്റ്സ്, ലഡു, അത് ഇതൊക്കെ ഒരുപാട് ഐറ്റംസ് ഉണ്ടായിരുന്നു കേട്ടോ. സത്യം പറഞ്ഞാൽ ഇതൊക്കെ കഴിച്ചിട്ട് ലാസ്റ്റ് ഞങ്ങൾക്ക് പെരുന്നാൾ ആഘോഷിക്കാൻ പറ്റാത്തൊരു ഇതായി പോയി. ഫുഡ് കഴിച്ചിട്ട് ഞങ്ങളെല്ലാവരും ഒരു എന്താ പറയുക, ഞങ്ങൾക്ക് എങ്ങനെയെങ്കിലും ഒന്ന് ഉറങ്ങിയാൽ മതി എന്നുള്ള ഒരു സ്റ്റേജിലെത്തി കേട്ടോ. കാരണം ഞങ്ങൾ പിടിച്ചു പോയി. ഇതിൻ്റെയൊക്കെ ടേസ്റ്റ് കാരണം കഴിക്കാതിരിക്കാനും പറ്റത്തില്ലല്ലോ. ആ ഒരവസ്ഥയിൽ അങ്ങനെ ഇതൊക്കെ കഴിച്ചിട്ട് ഞങ്ങൾ എന്താണെന്ന് വെച്ചാൽ കുറച്ച് ഫോട്ടോസും വീഡിയോസും ഒക്കെ എടുത്തു. പിന്നെ ഞങ്ങളൊരു ഫാമിലി ആണെങ്കിലും ഞങ്ങളെല്ലാവരും ഒരുമിച്ച് കാണുന്നതൊക്കെ ഭയങ്കര റെയറായിരിക്കും കേട്ടോ. കാര്യം എന്താണെന്ന് വെച്ചാൽ ഞങ്ങളെല്ലാവരും വർക്ക് ചെയ്യുന്ന ആൾക്കാരായതുകൊണ്ട് തന്നെ ഞങ്ങൾക്ക് ഒരുമിച്ച് ഓഫ് കിട്ടുകയെന്ന് പറയുന്നത് തന്നെ ഭയങ്കര വലിയ സംഭവമാണ്. അപ്പോൾ ഞങ്ങൾക്ക് ഇതുപോലുള്ളൊരു പെരുന്നാളോ അല്ലെങ്കിൽ എന്തെങ്കിലും ഒരു ഫാമിലി ട്രിപ്പ് അങ്ങനെ എന്തെങ്കിലുമൊക്കെ പ്ലാൻ ചെയ്യുമ്പോഴായിരിക്കും ഞങ്ങൾ ഒരുമിച്ച് ഓഫ് എടുക്കുന്നതോ അല്ലെങ്കിൽ ഒരുമിച്ച് കൂടുന്നതോ ഒക്കെ. അതുകൊണ്ട് തന്നെ ഇങ്ങനെ ഒരുമിച്ച് ഞങ്ങൾ കൂടുന്ന ദിവസം എന്ന് പറയുന്നത് ഭയങ്കര സ്പെഷ്യലായിരിക്കും. നല്ല രസമാണ് കേട്ടോ. ഇങ്ങനെ ഒരുപാട് സംസാരിച്ച് ചിലപ്പോൾ നമ്മൾ ഒരുപാട് വീഡിയോസൊക്കെ എടുത്ത് സംസാരിച്ച് അങ്ങനെ എന്താ പറയുക, ലൈക്ക് നമുക്ക് അയ്യോ ഇന്നത്തെ ദിവസം പെട്ടെന്ന് തീർന്നു പോയല്ലോ എന്ന് തോന്നുന്ന അങ്ങനത്തെ ദിവസങ്ങളാണ് കേട്ടോ. അങ്ങനെ ഞങ്ങൾ പാർക്കിലെ പരിപാടികളൊക്കെ കഴിഞ്ഞിട്ട് ഞങ്ങൾ അവിടെ നിന്ന് അടുത്ത സ്ഥലത്തേക്ക് പോയി കേട്ടോ. കാരണം കുട്ടികൾക്കൊക്കെ ഒരേ വാശിയായിരുന്നു, ഇവിടെ തന്നെ നമ്മൾ ഫുൾ ടൈം ഇരിക്കുക, നമുക്ക് എങ്ങോട്ടെങ്കിലുമൊക്കെ പോകാമെന്ന് പറഞ്ഞിട്ട്. എന്നാൽ ശരി നമുക്ക് അവിടെ അടുത്തുള്ളൊരു ഹില്ലിൽ പോകാൻ പറഞ്ഞിട്ട് ഞങ്ങൾ അവിടെ നിന്നൊരു 30 മിനിറ്റ്സ് ഒരു ഡ്രൈവ് ചെയ്യുമ്പോൾ ഒരു ഹില്ലുണ്ട്, ബോക്സ് ഹില്ലെന്ന് പറയും. അത് ഭയങ്കര അടിപൊളി സ്ഥലമാണ്. അപ്പോൾ ഞങ്ങൾ വിചാരിച്ചു ഓക്കെ എന്നാൽ അങ്ങോട്ടേക്ക് പോകാമെന്ന് വിചാരിച്ചിട്ട് എല്ലാവരും വണ്ടി എടുത്ത് നേരെ ബോക്സ് ഹില്ലിലേക്ക് വിട്ടു. ശരിക്കും ഈ ഒരു വെട്ടവും വെളിച്ചവും ഒക്കെ കാണുമ്പോഴത്തേക്കും നിങ്ങൾ വിചാരിക്കും ഇത് നട്ടുച്ച സമയമായിരിക്കും, വല്ല 1 മണിയോ 2 മണിയോ ഒക്കെ ആണെന്ന് വിചാരിക്കും. പക്ഷെ അങ്ങനെയല്ല കേട്ടോ. ഇത് രാത്രി 8 മണിക്ക് ഉള്ള വെട്ടമാണ് ഈ കാണുന്നത് കേട്ടോ. രാത്രി 8 മണിയായിട്ടും നല്ല വെളിച്ചം ഉണ്ടായിരുന്നു. അങ്ങനെ അതെ ബോക്സിലെത്തി. ഇതാണ് ഞാൻ പറഞ്ഞ സ്ഥലം. ഞാൻ ഈ ക്യാമറയിൽ കൂടി കാണിക്കുമ്പോൾ എത്രത്തോളം ഭംഗിയുണ്ടാവും എനിക്കറിയില്ല കേട്ടോ. പക്ഷെ നേരിട്ട് കാണാൻ എന്തൊരു രസമാണെന്നറിയോ. വെറുതെ ഇങ്ങനെ ഇരിക്കാൻ പറ്റും, നമുക്ക് എത്ര നേരം വേണോ ഇരിക്കാൻ പറ്റും, ഒന്നും ചെയ്യണ്ട, വെറുതെ ഇങ്ങനെ അവിടുത്തെ ഭംഗി ഇങ്ങനെ ആസ്വദിച്ച് ഇങ്ങനെ ഇരിക്കാൻ പറ്റും. എൻ്റെ നാത്തൂൻ പറയുന്നുണ്ടായിരുന്നു കേട്ടോ, വെറുതെ വന്നിരുന്ന് ഓവർ തിങ്ക് ചെയ്യാൻ പറ്റിയ സ്ഥലമല്ലേ എന്ന്. തമ്മിൽ സംസാരിക്കാൻ പോലും ഞങ്ങൾ വിട്ടുപോയി. അത്ര ഭംഗിയായിരുന്നു. നമ്മൾ അതിൻ്റെ ഭംഗി ആസ്വദിച്ച് ഇങ്ങനെ വെറുതെ ഓരോന്നിങ്ങനെ ആലോചിച്ച് ഇങ്ങനെ ഇരിക്കുമായിരുന്നു കേട്ടോ അവിടെ. ഇതേ കുട്ടികളൊക്കെ പിന്നെ ഭയങ്കര ഹാപ്പിയായി. അവരവിടെ ഞങ്ങളെത്തി, ഞങ്ങൾ ഡോറ് തുറന്നത് മാത്രമേ ഓർമ്മയുള്ളൂ. പിന്നെ ഞങ്ങൾ ഇവരാരും കണ്ടിട്ടില്ല. ഞങ്ങൾ ഡോറ് തുറന്നതും ഇവർ 4 സൈഡിൽ കൂടി ഇറങ്ങി അവരൊറ്റ ഓട്ടം ഓടി ആ കുന്നിലും ഒക്കെ കൂടി അവർ ഓടി നടക്കുന്നുണ്ടായിരുന്നു. അത് കാണുമ്പോൾ തന്നെ ഭയങ്കര സന്തോഷമായിരുന്നു. പിന്നെ എവിടെ നിന്നൊക്കെയോ കുറേ വിറകോ കല്ലോ അങ്ങനെ എന്തൊക്കെയോ പെറുക്കിക്കൊണ്ട് വന്ന് കുഴിയൊക്കെ കുഴിച്ചിട്ട് ഇവരെന്ത് ചെയ്യുന്നുണ്ടായിരുന്നറിയോ. എന്തോ ഞാൻ ചോദിച്ചു എന്താ ഉണ്ടാക്കുന്നതെന്ന് ചോദിച്ചപ്പോൾ അത് ഞങ്ങൾ ഹട്ട് ഉണ്ടാക്കുകയെന്നാണ് പറഞ്ഞത്. അങ്ങനെ കുറച്ച് നേരമൊക്കെ അവിടെ ഇരുന്നപ്പോഴാണ് തണുപ്പ് തുടങ്ങിയത്. അവിടെ വന്നിട്ടുള്ള എല്ലാവരുടെ കയ്യിലും ബെഡ്ഷീറ്റും തലയണയൊക്കെ ഉണ്ടായിരുന്നു. പക്ഷെ ഞങ്ങളുടെ കയ്യിൽ ഇതൊന്നും ഇല്ലായിരുന്നു. അപ്പം ഞങ്ങൾക്ക് കുറച്ചുകൂടി തണുപ്പ് തോന്നി. അപ്പോൾ പിന്നെ അവിടെ ഇരുന്നിട്ട് കാര്യമില്ലല്ലോ, അങ്ങനെ ഞങ്ങൾ വീട്ടിൽ പോകാമെന്ന് വിചാരിച്ചു. പിന്നെ എൻ്റെ നാത്തും കാര്യമായിട്ട് ഇതൊന്നും വ്ളോഗിലിടല്ലേ എന്ന് പറയുന്നുണ്ട്.